ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഓമനാമ്മയുടെ കടയിലേക്കാണ്. ഇവിടെ നല്ല എരിവുള്ള കപ്പയും ബീഫും കിട്ടുന്ന കുറേ റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ. വന്നപ്പോൾ തന്നെ ഓമനാമ്മയുടെ ചിരി കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി വയറ് നിറഞ്ഞേ. ഒത്തിരി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു കടയാണ്. ഒരു 10-12 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. വാഴയിലയിലാണ് അവിടെ ഫുഡ് വിളമ്പുന്നത്. പിന്നെ അവിടെ തന്നെ ഉണ്ടാക്കുന്നത് നല്ല നാടൻ കുഴഞ്ഞ കപ്പയും നല്ല എരിവുള്ള ബീഫ് കറിയും. ഇത്രയും കപ്പയ്ക്കും ബീഫിനും കൂടെ 70 രൂപയാണ് വരുന്നത്. 70 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് അവിടെ വന്നാൽ കഴിച്ചിട്ട് പോകാവേ. ബീഫിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ നിറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ട നല്ല അടിപൊളി എരിവുള്ള ബീഫ് കറിയാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, നല്ല ഒന്നാം തരം നാടൻ കോഴി കറിയും നല്ല പോർക്ക് വരട്ടിയതൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാവേ. ഇപ്പോൾ വീഡിയോ ഒക്കെ വന്നിട്ട് എങ്ങനെയാണ്? ശരി, ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ എത്ര മണിയുടെ എപ്പോൾ കടയുള്ള 10 മണി മുതൽ രാത്രി 7-8 ഇറച്ചി തീരുന്നത്. അവർ ദിവസം അത് കണക്കാക്കിയെടുക്കും. 70 രൂപയാണല്ലേ? 70 രൂപ. റേറ്റ് എങ്ങനെയാണ്? അപ്പം ബീഫ് 70 രൂപ ഉണ്ടോ? നാടൻ ചിക്കൻ 120 രൂപ. നാടൻ ചിക്കൻ 120 ചിക്കൻ പന്നിയുണ്ടോ? പനിയുണ്ടോ? ഇത് കണ്ടില്ല. സ്പെഷ്യൽ ഇപ്പോൾ ഒന്നുവാ? ഒരു 2 മാസം ആ, ആഴ്ചയിൽ ഒരു ദിവസം. ഞായറാഴ്ച ഇന്നില്ലേ ഉണ്ടായിരുന്നോ? ആ, അത് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് അവിടെ പോർക്ക് വരട്ടിയതുണ്ടെന്ന് ഓമനാമ്മ നമ്മളോട് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചു അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന്. അവിടെ പോർക്ക് ഉണ്ടെന്ന് അറിയാതെ വരുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല നമ്മളെപ്പോലെ. അപ്പോൾ ആംബിയൻസ് ഒന്നും നോക്കാതെ നല്ല നാടൻ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഓമനാമ്മയുടെ ഈ കുഞ്ഞു കടയിലേക്ക് പോകാം കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പൂഴനാട് റോഡിലുള്ള മൂഴി ജംഗ്ഷനിലാണ്. പിന്നെ ഇവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ ഓൾ.